കെ മുരളീധരന്റെ തോൽവിയിലും തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിലും കടുത്ത നടപടിയുമായി KPCC നേതൃത്വം ഇന്ന് രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനും അന്ത്യശാസനം നൽകി. DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ VK ശ്രീകണ്ഠൻ MP സന്നദ്ധത അറിയിച്ചു. സൂരജ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഈ മുരളീധരന്റെ തോൽവിക്ക് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ചടക്ക നടപടി തീർച്ചയായും ഉണ്ടാകും എന്നുള്ള വിവരവും വന്നിരുന്നു. ഇപ്പോൾ അതായിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, അത്തരത്തിൽ ഈ അച്ചടക്ക നടപടിയായിരിക്കുന്നു. അതിനോട് സഹകരിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നടപടി ഒഴിവാക്കുന്നതിനുള്ള ശ്രമം അത് ഈ അവസാന ഘട്ടത്തിലും ഇരു നേതാക്കളും, അതായത് DCC പ്രസിഡന്റ് ആയിട്ടുള്ള ജോസ് വള്ളൂരും അതോടൊപ്പം തന്നെ UDF ചെയർമാൻ ആയിട്ടുള്ള MP വിൻസെന്റും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരൻ തന്നെ MP വിൻസെന്റിനെ ഒഴിവാക്കരുത് എന്നൊരു നിർദ്ദേശവുമായി നേതൃത്വത്തെ സമീപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ഈ നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി പല തലങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും KPCC നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല. KPCC നേതൃത്വം അറിയിക്കുന്നത് ഇന്ന് അടിയന്തരമായി തന്നെ രാജി സമർപ്പിക്കണം എന്നുള്ളതാണ്. രണ്ട് നേതാക്കൾക്കും നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇന്ന് തന്നെ രാജി സമർപ്പിക്കണം. രാജി സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ കർശനമായ നടപടികളിലേക്ക് പാർട്ടി കടക്കും. ഏതെങ്കിലും തരത്തിൽ ഇവർ രാജിവെക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് തന്നെയും അതോടൊപ്പം തന്നെ അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകും എന്നൊരു വിലയിരുത്തലാണ് KPCCക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വമേധയാ ഇവരോട് രാജിവെക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് എന്തായാലും രാജിവെക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. പകരം ചുമതല നൽകാൻ ആലോചിച്ചിരുന്ന VK ശ്രീകണ്ഠൻ ഈ ചുമതല ഏറ്റെടുക്കാനുള്ള സന്നദ്ധയും അറിയിച്ചിട്ടുണ്ട് സ്മിത. ശരി, സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.